ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. മൊത്തത്തിലൊരു മാറ്റം ഉണ്ടല്ലേ. എപ്പോഴും രാവിലെ 5:30 5 മണിയൊക്കെ കാണിക്കുന്നത് ചേരാൻ നല്ലൊരുത്ത നട കാണിച്ചിട്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഇതാ നമുക്ക് ഇനി കുറച്ച് നാളത്തേക്ക് കൊച്ചു വീട്ടിലെ ഒരു വ്ളോഗാണ്. നമ്മൾ കൊച്ചു വീട്ടിൽ മേളിലാണ് കേട്ടോ താമസിക്കുന്നത്. നമുക്കൊരു പോർഷൻ ഉണ്ട്, അപ്പോൾ അവിടെ മേളിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ അടുക്കള വാതിൽ തുറന്നു വരികയാണ്. ഫ്രണ്ടിലെ ഡോറും ഞാൻ തുറന്നിട്ടില്ല, കുറച്ചങ്ങ് വെട്ടം വെച്ചിട്ട് തുറക്കാമെന്ന് ഓർത്തു. അപ്പോൾ എനിക്കിതാ പല്ലൊക്കെ തേക്കണം, മോട്ടറൊക്കെ അടിക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം, ഇച്ചിരി വെട്ടം വെച്ചിട്ട് വേണം ഫ്രണ്ടിലെ ഡോറൊക്കെ തുറക്കാനായിട്ട്. അപ്പോൾ അതായത് നമ്മുടെ വർക്ക് ഏരിയയോട് ചേർന്നിട്ടാണ് ബാത്റൂം. അപ്പുറത്ത് വലിയൊരു തോടാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് വലിയൊരു പറമ്പും കാട് പിടിച്ച് കിടക്കുന്ന പറമ്പാണ്. കൊച്ചിക്കകത്തൊരു കുഞ്ഞ് കാടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വീടിൻ്റെ പുറകിലായിരിക്കും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുറേ കിളികളൊക്കെ വരും. നന്നായിട്ട് വെട്ടം വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ കൈയോടെ തന്നെ മോട്ടർ അടിക്കുകയാണേ. നമ്മൾ ഈ സമയത്ത് മോട്ടർ അടിച്ചില്ലെങ്കിൽ ഇവിടെ വെള്ളം കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ഈ രാവിലെയും അതേപോലെ സന്ധ്യയ്ക്ക് മോട്ടർ അടിച്ചാലേ മര്യാദക്ക് നല്ല പ്രഷറിൽ നന്നായിട്ട് നമ്മുടെ ടാങ്കിലേക്ക് വെള്ളം കയറത്തുള്ളൂ. അല്ലെങ്കിൽ വെള്ളം വന്ന് വീഴാൻ ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് വെള്ളം വന്ന് വീഴും. നമ്മൾ അടിച്ച് കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ ടാങ്ക് അങ്ങനെ കാലിയായിട്ട് കിടക്കത്തില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താ കൈയോടെ തന്നെ, എനിക്ക് ഇച്ചിരി പേടിയുണ്ട് കേട്ടോ അവിടെ നിന്ന് പല്ലേക്കാനായിട്ട്. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ശരിയാവും. പിന്നെ സ്വിച്ച് ഏതാന്ന് നമുക്കൊരു തപ്പലുണ്ടാവുമല്ലോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ മുകളിൽ താമസിക്കുന്നത്. ഇടയ്ക്ക് താഴത്ത് വെള്ളം കയറുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പണി നടക്കുമ്പോഴൊക്കെ നമ്മൾ മുകളിൽ താമസിക്കും. ഇപ്പോൾ താഴത്ത് വെള്ളം കയറാത്ത രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ മുകളിൽ ഇപ്പോൾ നമ്മളാണ് ഇനി കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടുക്കള. ഇനിയിപ്പോൾ ഈ അടുക്കളയിൽ നിന്നായിരിക്കും നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ കുറേ പാത്രങ്ങളൊന്നും എടുത്തിട്ടില്ല. നമുക്ക് ആവശ്യത്തിന് അത്യാവശ്യം കാര്യങ്ങൾക്കുള്ള പാത്രം. ഇനി അതപ്പോൾ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ താഴെ പോയിട്ട് ഏതാണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങ് എടുത്താൽ മതി. അവിടെ കൈ കയറി പിടിക്കാനോ എടുക്കരുതെന്ന് പറയാനോ ഒന്നും ആരുമില്ല. നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എന്താ കൈയോടെ തന്നെ രാവിലെ ചായക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിതാ രാവിലെ സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപ്പൊക്കെ ഞാൻ വേവിച്ചെടുക്കുകയാണ്. ഇന്ന് മുതൽ, അതായത് 31-ാം തീയതിത്തെ വ്ളോഗാണിത്. ഞാൻ 31-ാം തീയതി എടുത്ത വ്ളോഗാണ്. നമുക്ക് വൈഫൈയുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഇച്ചിരി എഡിറ്റ് ചെയ്യാനും എക്സ്പോർട്ട് ആക്കാനും ഒക്കെ ഇച്ചിരി വൈകുന്നത്. അപ്പോൾ എന്നാലും ഞാൻ മാക്സിമം 2 ദിവസം കൂടുമ്പോൾ വ്ളോഗ് ഇടാം കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ പ്രത്യേകത പറയാം. അന്നമോൾക്ക് ഇന്ന് കുർബാന കൈകൊള്ളപ്പാടിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞായിരുന്നു അവളുടെ ക്ലാസ് നടക്കുന്നത് കൊണ്ടാണ് മെയിനായിട്ട് നമ്മളിങ്ങനെ വീട് മാറുന്നത്. അപ്പോൾ നമ്മൾ കൈയോടെ തന്നെ പരിപ്പൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചായയുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അന്നമോളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇന്ന് ക്ലാസ് തുടങ്ങും. ഏട്ടനും ഇന്ന് മുതൽ കാറ്റീസം പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉത്തരവാദിത്തങ്ങളാണ്, നമ്മളത് ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ കടമയാണ്. നമ്മുടെ മക്കളെ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ വളർത്തുക എന്നുള്ളത് വലിയൊരു കടമയാണ്. അപ്പോൾ ഏകദേശം ഒരു 6 മണി, അവർക്ക് 7 മണിക്ക് കറക്റ്റ് പള്ളിയിൽ കുർബാന തുടങ്ങും. 6:55 ഇവർ പള്ളിയിലെത്തണം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പരിപ്പൊക്കെ വേകാൻ വേണ്ടി വെച്ചിട്ട് എനിക്ക് കുടിക്കാനുള്ള ചായ അവിടെ മാറ്റി വെച്ചിട്ട് കൈയോടെ തന്നെ ഞാൻ അന്നമോളെ വിളിക്കുകയാണ്. കാരണം അവളെ വിളിച്ച് അവളൊന്ന് റെഡിയായി വരണമല്ലോ. ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ പള്ളിയിൽ പോകാൻ വേണ്ടിയൊക്കെ എഴുന്നേൽക്കുന്നത്. അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ മാത്രം. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് രാവിലെ എഴുന്നേൽക്കണമല്ലോ. അപ്പോൾ പപ്പയും മോനും അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ഉറങ്ങാൻ വരുന്നത്. നമുക്ക് ഉറക്കം വരുമല്ലോ, നമ്മൾ ഈ വെളുപ്പിന് എഴുന്നേൽക്കുന്നതല്ലേ. ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ എൻ്റെ മോള് കൊതുക് അടിച്ച സങ്കടമൊക്കെ പറയണം. അപ്പോൾ ഞാൻ കൊച്ചിയാണെങ്കിൽ കൊതുകൊക്കെ ഉണ്ടാവും, കടിയൊക്കെ കൊള്ളേണ്ടി വരും. അങ്ങനെ ഗുഡ് നൈറ്റൊക്കെ കുത്തി വെച്ചിട്ടൊക്കെ കിടക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ അവളും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ പോവാണ്. അപ്പോൾ ഞാൻ തോന്നുന്നു രാവിലെയൊക്കെ ഒന്ന് പുന്നാരിക്കോട്ടോ 2 പേരെയും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ അംഗം തുടങ്ങുക. രാവിലെ നല്ല പുന്നാരോ സ്നേഹമൊക്കെ ആയിരിക്കും. ഒരു 10 മണി കഴിയുമ്പോഴത്തേനും പയ്യെ കുരുത്തക്കേടും വികൃതിയൊക്കെ കാണിക്കാൻ തുടങ്ങും. അന്നമോൾക്ക് അത്രയില്ല, പക്ഷേ ഇളയാൾ നല്ല വില്ലനാണ്. അപ്പോൾ അന്നമോൾ കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ വന്നിട്ട് ഞാൻ ബാത്റൂമിൽ പോകും. അപ്പോൾ ചൂടുണ്ട് നന്നായിട്ട്. നമുക്ക് മേളിലായതുകൊണ്ട് ഇച്ചിരി ചൂട് കൂടുതലാണ്. പിന്നെ ജനലും അതിലൊക്കെ തുറന്നിടാന്ന് പറഞ്ഞാൽ കൊതുകുണ്ട്. പിന്നെ ഗുഡ് നൈറ്റൊക്കെ ഓണാക്കിയിട്ട് നമുക്ക് കിടക്കാം. കാറ്റുണ്ട് നന്നായിട്ട്, പക്ഷേ ഇച്ചിരി ചൂട് കാറ്റാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അന്നമോള് ബ്രഷ് എവിടമ്മ, പേസ്റ്റ് എവിടമ്മ, കാരണം ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഞാനാണ്.
അപ്പോൾ ഇത് എവിടെ ആദ്യത്തെ ഒരു ദിവസത്തെ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, എവിടെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം മുതൽ അപ്പൻ്റെ മക്കളും ഒക്കെ ആ ഒരു ലൈനിൽ അങ്ങ് വന്ന് അവരവരുടെ കാര്യങ്ങൾ അങ്ങ് ചെയ്തോളൂ. അപ്പോൾ ചൂല് വരെ മേടിച്ചിട്ട് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. താഴ്ത്തുനിന്ന് ചൂല് മേടിച്ചിട്ടാണ് ഞാൻ വന്ന ദിവസം അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഞാൻ അവൾ അങ്ങനെ ബാത്റൂമിലേക്ക് കയറി. അവളിങ്ങനെ റെഡിയായി ഒരുവിധം ഒന്ന് അവൾ പല്ലുതേപ്പ് അവളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ ഏട്ടനെ വിളിക്കാം, അത് മതി. അപ്പോൾ ദോശമാവ് അമ്മച്ചി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഫ്രിഡ്ജില്ല, സാധനങ്ങളൊക്കെ നമ്മൾ കറികളൊക്കെ എക്സ്ട്രാ വരികയാണ്, പച്ചക്കറിയൊക്കെ മേടിക്കുകയാണെങ്കിൽ താഴത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും. അങ്ങനെ നമുക്കിന്ന് ഉള്ളി സാമ്പാറാണ് കേട്ടോ, തട്ടിക്കൂട്ടി വേഗം അങ്ങോട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഒരു ഇച്ചിരി വെട്ടം വന്നപ്പോഴത്തേനും ഞാൻ പയ്യേ ഫ്രണ്ടിലെ ഡോറ് തുറന്നിട്ടാണ്. ഭയങ്കര കൂറ്റാക്കൂരിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെട്ടം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാരൊക്കെ എണ്ണീറ്റ് തുടങ്ങിയപ്പോഴത്തേനും ഞാൻ പയ്യെ ജനലൊക്കെ ഒന്ന് തുറന്നിടാണ് കേട്ടോ. അപ്പോൾ ഒരു തണുപ്പ് വരും നമ്മുടെ ആ ഒരു ഹോളിലും എല്ലായിടത്തും. നല്ല ഫ്രഷ് എയർ അങ്ങോട്ട് കയറുമ്പോഴത്തേനും ആഹാ ഭയങ്കര സുഖമാണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഒരു ഇത്. എന്താണ് നമ്മുടെ ഹോളിനോട് ചേർന്ന് ഇപ്പുറത്തൊരു മുറി, തൊട്ടടുത്ത് തന്നെ കിച്ചൺ. അപ്പോൾ അന്നമോൾ അവിടെ നിന്ന് മുടി വാരണുണ്ട്. അപ്പോൾ ഞാൻ പിണങ്ങിയതാണ് കേട്ടോ. അടുക്കള വശത്ത് നിന്ന് മുടി വാരണ കണ്ടാൽ എനിക്ക് ദേഷ്യം വരും, ഞാൻ വഴക്ക് പറയും. അതിപ്പോൾ എത്ര പുരോഗമനപരമായിട്ട് ചിന്തിച്ചാലും അടുക്കളയിൽ നിന്ന് മുടി വാരുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അന്നമോളപ്പോൾ റെഡിയായി കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഏട്ടനെ വിളിച്ചു. ഏട്ടൻ പല്ലൊക്കെ തേച്ച് റെഡിയായി വരുന്നുണ്ട്. ഏട്ടൻ ഇനി കുളിയെല്ലാം കഴിഞ്ഞ് വേഗം റെഡിയായി കൊച്ചിനെയും കൊണ്ട് ഇനി കാറ്ററിംഗ് ക്ലാസ്സിലേക്ക് പോകും. അപ്പോൾ ഒരു 6:15 ആയപ്പോഴത്തേന് ഞാൻ ഏട്ടനെ വിളിച്ചു കേട്ടോ. ഏട്ടൻ പിന്നെ ചടപടയെന്ന് പറഞ്ഞ് റെഡിയാകും, എന്നാലും ചില നേരത്തെ ഒരു ഫോണൊക്കെ വരികയാണെങ്കിൽ ഒന്ന് തപ്പി നിൽക്കും. അപ്പോൾ ഞാൻ കൈയോടെ തന്നെ എൻ്റെ കയ്യിൽ കട്ടക്കായാണ്, പൊടിക്കായ ഇനി മേടിച്ചിട്ട് വേണം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാട്ടാനിട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വേപ്പിലയും കുറച്ച് വറ്റമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴട്ടി എടുക്കുകയാണ്. ഇതങ്ങ് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് പയ്യെ ഇതിൽ കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഉഴുന്ന് ചേർക്കാം കേട്ടോ. എന്നോട് ആരോ കമൻറ്റിൽ പറഞ്ഞു ഉള്ളി സാമ്പാർ ഉണ്ടാക്കിയിട്ട് കൊഴുപ്പുണ്ടായിരുന്നില്ല എന്ന്. ഉഴുന്ന് ചേർക്കാടാ നമ്മളിതൊന്ന് തിളച്ച് വരുന്ന പരുവത്തിലേ ഒന്നെങ്കിൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് വറുത്തിട്ടിടാം, അല്ലാണ്ട് വെറുതെ ഒരു 10-20 ഉഴുന്ന് നമുക്ക് കുറച്ച് സാമ്പാറിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല കൊഴുപ്പുണ്ടാവും. എന്നിട്ട് നമ്മളിത് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇടാൻ ഞാൻ വൈകിപ്പോയി. സാമ്പാർ പൊടി ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ അമ്മച്ചി രാവിലെ തന്നെ വന്ന് പറഞ്ഞൊക്കെ കൊടുക്കുകയാണ്, നന്നായിട്ട് പഠിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ചിലക്ക് അവിടെ എഴുന്നേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു കയ്യോടെ തന്നെ പ്രാർത്ഥന അങ്ങ് നടത്തിയിട്ട് താഴേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ സങ്കീർത്തനങ്ങളൊക്കെ ചൊല്ലി പോവാണ്. ഇനി താഴത്ത് നിന്ന് അപ്പച്ചനും അമ്മയ്ക്കും അനിയത്തിക്കും അനിയനും ഒക്കെ സ്തുതിയൊക്കെ കൊടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്തിട്ട്, അതൊരു ചടങ്ങാണ് ഇനി ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോണേ. അവർക്കും ഒരു സന്തോഷമാണ്, കാരണം അവരുടെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ആദ്യത്തെ പേരക്കിടാവാണ്. അപ്പോൾ ആ കുഞ്ഞു പഠിക്കുന്നതും അവളുടെ ഓരോ വളർച്ചയിലെ ഓരോ ഘട്ടങ്ങളും കാണുമ്പോഴും നമ്മളെ പോലെ തന്നെ ഗ്രാൻഡ് പാരൻസിനും ഒത്തിരി സന്തോഷമാണ്. അപ്പം ഞാൻ അപ്പച്ചനും അമ്മച്ചിനെ പരിചയപ്പെടുത്തിക്കൊണ്ടൊക്കെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അടുപ്പത്ത് ഈ സാധനം വെച്ചിട്ടാണ് ഓടി വന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് അപ്പച്ചനോട് 5 മിനിറ്റ് നിന്നില്ല, അതിനുള്ളിൽ തന്നെ ഞാൻ ഓടി അപ്പച്ചനോടും അമ്മച്ചനോടും കുറച്ച് വർത്താനം പറഞ്ഞിട്ട് പോട്ടമ്മ അടുപ്പത്ത് ഈ സാധനം വെച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഓടി പോകുന്നതാണ്. അപ്പം ഞാൻ വന്നിട്ട് നന്നായിട്ട് അപ്പോഴേക്കും ആവിയിലിരുന്നതിന് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നമ്മുടെ പരിപ്പ് വേവിച്ചത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ ഇടുക, വേപ്പില ഉണ്ടെങ്കിൽ ഇടുക, ഇച്ചിരി പഞ്ചസാര ഇടുക, ഉപ്പ് പോരെങ്കിൽ ഇടുക. നമ്മുടെ ഉള്ളി സാമ്പാർ റെഡിയായി. അതിൽ വീണേ ഒരു തുള്ളി തെറിച്ച് വീണത് കണ്ടോ, കാരണം ഈ പരിപ്പ് ഇങ്ങനെ വെന്തിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറേ പുളി വേണ്ട കേട്ടോ, കാരണം നമ്മുടെ തക്കാളിക്ക് അത്യാവശ്യം പുളി ഉണ്ടാവുമല്ലോ. നമ്മൾ തക്കാളി അധികം ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറേ പുളി വേണ്ട. ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ടേസ്റ്റ് ബാലൻസ് ആവാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കൊച്ചു വീട്ടിലെ ആദ്യത്തെ വിഭവമാണ് സാമ്പാർ. അപ്പോൾ സാമ്പാർ റെഡിയാക്കുകയാണ്. പിന്നെ ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ മീനൊക്കെ ആയിട്ട് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. നമുക്കിവിടെ നല്ല പച്ച മീൻ കിട്ടും, മീൻ വെട്ടിക്കിട്ടില്ലടാ, അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. അങ്ങനെ ഞാനിന്ന് ഈ വ്ളോഗ് എടുത്ത ദിവസം കുറച്ച് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. എനിക്ക് സങ്കടമൊക്കെ വന്ന് വെട്ടാത്ത കുറേ മീൻ കണ്ടപ്പോഴത്തേനും. എനിക്ക് അല്ലെങ്കിൽ മീൻ വെട്ടുന്ന ഇഷ്ടമല്ല, പക്ഷെ വെട്ടാണ്ട് എന്ത് ചെയ്യാനാ. അപ്പോൾ അമ്മച്ചി ദോശമാവ് മേടിച്ച് കവറിലാക്കി നമുക്ക് ഇങ്ങനെ കിട്ടുമല്ലോ.
അപ്പോൾ അങ്ങനെ മാവ് ആട്ടുന്നിടത്തുനിന്നിട്ട് മേടിച്ച് അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ എന്താ കൈയോടെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി ഇടുകയാണ്. അപ്പോൾ ഞങ്ങളുടെ താഴത്തെ അനിയൻ്റെ വാവയ്ക്ക് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ജോക്കുട്ടനും അതെ ഇഡ്ഡലി ഇഷ്ടമാണ്. ദോശ ഇഷ്ടമാണ്, പക്ഷേ ഇഡ്ഡലി ഇഷ്ടമാണ്. അപ്പോൾ ഇഡ്ഡലി ഞാൻ എന്താ കൈയോടെ തന്നെ ഉണ്ടാക്കുകയാണ്. നെയ്യൊക്കെ പുരട്ടി നമ്മൾ ഉണ്ടാക്കാത്ത മാവാകുമ്പോഴത്തേനും നമുക്കൊരു കോൺഫിഡൻസ് കുറവ് തോന്നും. പക്ഷേ ഈ മാവ് നല്ലതായിരുന്നു കേട്ടോ. നല്ല കട്ടിക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഇതാ നല്ല നന്നായിട്ട് ചൂടപ്പായപ്പത്തേന് ഞാൻ അടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാറും നന്നായിട്ട് വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിച്ചീര ഇല്ലാതിരുന്നുകൊണ്ട്, കാരണം നമ്മൾ മല്ലിച്ചീര മേടിച്ച് വെച്ചിട്ട് കാര്യമില്ലേ, ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് വാടിപ്പോകും. അപ്പോൾ താഴത്ത് പോയപ്പോഴത്തേനും ഇച്ചിരി മല്ലിച്ചീര ഉണ്ടായിരുന്നു, അതും വേഗം എടുത്തുകൊണ്ട് വന്ന് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജോക്കൂട്ടനെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും സങ്കടം, ചേച്ചീനെയും പപ്പനെയും കാണാനില്ല, പോയപ്പോൾ എന്നെ വിളിച്ചില്ല, എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ മക്കൾ നല്ല ഉറക്കമായിരുന്നടാ, ഉമ്മയൊക്കെ തന്നിട്ടാണ് പോയെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നെ ഞാൻ എന്താ പുറകിൽ കൊണ്ടുപോയി ഇരുത്തി. അവിടെ കുറേ കിളികളൊക്കെ വരുവേ ഇങ്ങനെ ആ കാടിൻ്റെ ഇടയ്ക്കയിൽ കുറേ അണ്ണാന്മാർ, പിന്നെ കിളി, കൊളക്കോഴി, തോടിൻ്റെ വക്കത്താന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ കൊളക്കോഴികൾ വരും, തത്ത വരും, കുറേ തെങ്ങുണ്ട് ആ പറമ്പിൽ. കൂടുതലും വേട്ട് തേങ്ങയാണ് ഉണ്ടാവണത്. അപ്പം എന്നാലും തെങ്ങുകളിലൊക്കെ വന്നിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറകിലെ പച്ചപ്പും ഹരിതാപവും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇങ്ങനെ ഒരു ശരിക്കൊരു കാട് പിടിച്ച് കിടക്കുന്നൊരു എഫക്റ്റാണ്. അതിനോട് ചേർന്ന് തന്നെ ഇതാ കുറേ നമ്മുടെ ഈ ബദാം പരിപ്പില്ലേ, തല്ലിത്തേങ്ങയുടെ മരവും കുറേ തെങ്ങുകളും, ഈ തെങ്ങിൻ്റെ മണ്ട വരെ ഈ കാട് ഇങ്ങനെ കയറിപ്പോയേക്കുവാണ്. ഇത് ആരുടെയൊക്കെയോ പേരിലുള്ള പറമ്പാണ്. ഇതൊക്കെ ഒന്ന് മെനയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ടെന്നേ. അതായത് ഈ പറമ്പിൻ്റെ അറ്റത്ത് വീടുകളൊക്കെ ഉണ്ട്. കണ്ടോ, അതാ വലിയൊരു തോടാണ്, ഒരു റോഡിൻ്റെ അത്രയും വീതിയുള്ള തോടാണ്. ആ തോടിൻ്റെ അങ്ങേ അറ്റത്തൊരു പാലം കണ്ടോ. ഞങ്ങളിതാ അപ്പുറത്തെ വശത്തേക്കൊക്കെ പോകുന്നത് ആ പാലം വഴിയാണ്. അപ്പം ഞാൻ എന്താ ജോക്കൂട്ടനെ കയ്യോടെ തന്നെ പല്ല് തേപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ സങ്കടമൊക്കെ മാറി. താഴ്ത്തു പോയി അമ്മച്ചിനെയൊക്കെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പല്ല് തേപ്പിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേനും ഒരു വിഷമവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ചു. അവന് അമ്മേനെ അപ്പച്ചനെ കാണണം എന്ന് പറഞ്ഞപ്പോഴത്തേനും പല്ല് തേച്ചിട്ട് പോകാൻ മുത്തേന്ന് പറഞ്ഞു. പല്ല് തേപ്പിച്ചു. പിന്നെ അവനിങ്ങനെ കിളികളെയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ തോട്ടിലിങ്ങനെ മീനൊക്കെ ഇങ്ങനെ ഇതുണ്ടാവും, കറുപ്പും ബ്രാലൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല തെളിഞ്ഞ് നിൽക്കുന്ന വെള്ളം, അതായത് മഴ പെയ്യാണ്ട് കലങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയമാണെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മീനുകളൊക്കെ പോകുന്നത് കാണാം. പക്ഷെ ഞാൻ അങ്ങനെ തോടിൻ്റെ പക്കത്തേക്ക് അധികം കൊണ്ടുപോകില്ല, എനിക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ അവൻ അപ്പനെ അമ്മനെ കാണണമെന്ന് പറഞ്ഞത് ആ താഴത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ പോയി കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് വരട്ടെ. അപ്പോൾ അമ്മ ജോലിക്ക് പോകാൻ നിൽക്കുകയാണ്, അപ്പച്ചനൊക്കെ ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, അനിയനൊക്കെ എല്ലാവരും എന്താ ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഇവരെല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് നേരം അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ അനിയൻ്റെ മോളും ഇങ്ങോട്ട് കയറി പോന്നു കേട്ടോ. അവൾ വന്ന വഴിക്ക് തന്നെ ഞാൻ ഫ്രണ്ടിലെയും ബാക്കിലൊക്കെ ഡോറൊക്കെ അടക്കും, ഓടുവേ കിടന്നുകൊണ്ട്. പേടിയാണ്, മേളിലും ആണല്ലോ. അപ്പോൾ ഈ സ്റ്റെപ്പാണല്ലോ, ഫ്രണ്ടിലാണെങ്കിലും പുറകിൽ വർക്ക് ഏരിയയിലേക്കാണെങ്കിലും സ്റ്റെപ്പ് ആയതുകൊണ്ട് ഞാൻ മുമ്പിലും പുറകിലും അടച്ച് നല്ല ബന്ധസമൊക്കെ ഇട്ടേക്കും അവൾ വരുമ്പോഴത്തേനും. പിന്നെ അതിൻ്റെ അകത്ത് കിടന്നുള്ള ഓടിക്കളിയേ ഉള്ളൂ. അപ്പോൾ അവൾ വരുമ്പോഴത്തേനും ജോക്കൂട്ടന് ഇത്തിരി എനർജി കൂടും, ചിരിച്ചും കളിച്ചും കളിയുടെയൊക്കെ ഒരു ഡെപ്ത് കൂടും ഇവരുടെ. അപ്പോൾ ഇതാ അങ്ങനെ നന്നായിട്ട് ഇഡ്ഡലിയൊക്കെ വെന്ത് തണുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ കൈയോടെ തന്നെ അത് കാസറോളിലേക്ക് ആക്കുകയാണ്. അപ്പോൾ രണ്ടാൾക്കും ഇഡ്ഡലിയുടെ കൂടെ സാമ്പാർ വേണ്ട, പഞ്ചസാര മതി. രണ്ടുപേരെ ഇരുത്തി കഴിപ്പിച്ചു. ഭക്ഷണം കഴിപ്പിച്ചെടുക്കാനൊക്കെ ഒരു ഇച്ചിരി പണിയാണ്. സാമ്പാർ ഞാൻ എടുത്തെങ്കിലും അത്ര അങ്ങ് കൂട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതാ രണ്ടുപേർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം പാത്രമൊക്കെ കഴുകി വെച്ചു. ഇനി പപ്പയും മോളും വന്ന് അവർക്ക് ഫുഡ് കൊടുക്കുക. നമുക്ക് ഇതിലെ കൂടി മീൻകാരൊക്കെ പോകും, അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുക. പിന്നെ റോഡ് സൈഡിലൊക്കെ കുറേ അമ്മച്ചിമാർ മീൻ വിൽക്കുന്നുണ്ടാവും, നല്ല പച്ച മീൻ കിട്ടും. അപ്പോൾ ഏട്ടനത് കാറ്റസ് ക്ലാസ് കഴിഞ്ഞ് വന്ന വഴി മേടിച്ചിട്ട് വരും. അപ്പോൾ പിന്നെ എനിക്ക് കറി മേടിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇനിയും കുറേ വിശേഷങ്ങളായിട്ട് വരാം, വീട്ടിലുള്ള എല്ലാവരെയൊക്കെ പരിചയപ്പെടുത്താം. പിന്നെ എൻ്റെ മോളുടെ പഠനവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകാൻ നിങ്ങളുടെ പ്രാർത്ഥനയിലും കുഞ്ഞിനെ ഓർക്കണമെന്ന് ഞാൻ നിങ്ങളോടും പറയാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണമെന്നും പറയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വലിയ താങ്ക് യു.